ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട്? കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ സെയിം ടോപ്പിക്കിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് പകുതിക്കുന്ന മൂഞ്ചി തെറ്റിപ്പോയി ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൗദിയിലേക്കുള്ള പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു എങ്ങോട്ടേക്ക് പോകണം. ഈവൻ സൗദി ആയാൽ തന്നെ സൗദിയിൽ ഹോസ്പിറ്റലിൽ പോകണോ, ക്ലിനിക്ക് പോകണോ, ഇൻഡസ്ട്രിയിൽ പോകണോ എന്നുള്ളതിൻ്റെ ഒരു ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലൂടെയും ഫീലിങ്സിലൂടെയും ഒക്കെ കടന്നുപോയി ലാസ്റ്റ് സൗദിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. സൗദിയിലെ ക്ലിനിക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം ഫൈനൽ സ്റ്റെപ്പായി. അപ്പോഴാണ് നമ്മൾ സൗദിയുടെ മെഡിക്കൽ എടുക്കുന്ന ഡേറ്റ് വന്നത്. സൗദി മെഡിക്കലൊക്കെ എടുക്കാൻ പോയി. മെഡിക്കലൊക്കെ കംപ്ലീറ്റ് ആയി. ഓക്കെ, എനിവി ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൗദി മെഡിക്കലിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ മെഡിക്കൽ എടുത്തിട്ടുള്ളത് കോഴിക്കോടുള്ള വെസ്റ്റേൺ ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് ഹോം എന്നാണ്. അവിടുത്തെ സർവീസ് അത്യാവശ്യം നല്ലതായിരുന്നു. ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. നമ്മളോട് സംസാരിക്കുന്നതും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ലാഗടിപ്പിക്കാണ്ട്, ഇപ്പം തന്നെ ലാഗടിപ്പിക്കാണ്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ മെഡിക്കലിന് വേണ്ടിയിട്ട് കൊണ്ടുപോകണം എന്ന് നോക്കാം. നമുക്ക് മെഡിക്കലിന് വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ പാസ്പോർട്ടാണ്. പഴയ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും കൂടി കൊണ്ടുപോകണം. പാസ്പോർട്ടിന്റെ കോപ്പി എന്തായാലും കൊണ്ടുപോകണം. ഞാൻ കൊണ്ടുപോകാൻ വിട്ടുപോയി ഗൈസ്. സോ ആ പാസ്പോർട്ടിന്റെ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് അലഞ്ഞ് തിരിഞ്ഞ് ലാസ്റ്റ് എടുത്തു. പക്ഷെ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് തിരിച്ചു വരാൻ നേരത്താണ് സൈഡിൽ ഒരു ഫോട്ടോസ്റ്റാറ്റ് കണ്ടത് കേട്ടോ. എനിവേ, പാസ്പോർട്ടും പാസ്പോർട്ടിന്റെ കോപ്പിയും കൊണ്ടുപോകണം. ഓൾഡ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകണം. പിന്നെ വേണ്ടത് നമ്മുടെ ആധാർ കാർഡാണ്. പക്ഷെ ഞാൻ പോയപ്പോഴും എന്നോട് ആധാർ കാർഡൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ കോവിഡ് വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കോവിഡ് വാക്സിനേഷന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം. ഫോണിൽ കോപ്പി മതി, അവരെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കത്തുള്ളൂ. പിന്നെ വെയിറ്റും ഹൈറ്റും ഒക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു BMI ഒരു 35-36 ഒന്നും മാറ്റേഴ്സ് എല്ലാം തോന്നുന്നു. എനിക്ക് സ്ട്രെസ് ആയിരുന്നു. എനിക്ക് വെയിറ്റ് കൂടുതലാണ്, എൻ്റെ BMI അങ്ങ് കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സ്ട്രെസ് ആയിരുന്നു അവിടെ എത്തിയിട്ട് കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ തലേ ദിവസം എനിക്ക് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വലിയൊരു കുഴപ്പമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ആശ്വാസമൊക്കെ ആയിരുന്നു. അവിടെ പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോഴും ഓക്കെ ആയിരുന്നു. എനിവേ, മെഡിക്കലിന്റെ ഫിറ്റ്നസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ മറ്റൊരു സാധനം വേണ്ടത് നമ്മുടെ മെഡിക്കൽ സ്ലിപ്പാണ്. ഈ മെഡിക്കൽ സ്ലിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഒരു മെഡിക്കൽ എടുക്കാൻ പോകണല്ലോ, അതിനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് പോലെയാണ്. പക്ഷെ അതൊരു 1 month വാലിഡിറ്റി ഉള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. ആ ഒരു 1 monthൽ എപ്പോൾ വേണമെങ്കിലും പോകാം. 1000 രൂപയാണ് കൊടുക്കേണ്ടത് ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. മെഡിക്കൽ സ്ലിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏജൻസിക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ അവരെടുത്ത് തരും. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ ഒരു ഫോട്ടോ 6x4 സെന്റിമീറ്ററുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതേ ഫോട്ടോ ആണ് നമ്മുടെ ഏജൻസിക്കും കൊടുക്കുന്നത്. സോ ഈ ഒരു ഏജൻസി കൊടുക്കുന്ന ഈ ഒരു ഫോട്ടോ 6x4 സെന്റിമീറ്റർ ആയിരിക്കണം. പാസ്പോർട്ട് സൈസ് കുറച്ചുകൂടി വലുതാക്കി തരും അവര് നമ്മളെ കോപ്പി കൊടുക്കുകയാണെങ്കിൽ. ഈ ഒരു ഏജൻസിക്ക് വേണ്ടി കൊടുക്കുന്ന ഫോട്ടോസിൽ കന്നഡ ഇടുന്ന ആളാണെങ്കിൽ കന്നഡ ഉപയോഗിക്കാൻ പാടില്ല, ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോ കൊടുക്കാൻ പാടില്ല. എനിക്ക് ഒരു കാര്യം അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കന്നഡ ഇട്ട ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോയാണ് കൊടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ വിസയുടെ കാര്യം റിലേറ്റഡ് ആയിട്ട് പോയപ്പോൾ ഈ ഒരു കാര്യം അവര് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ എടുക്കാൻ പോയ അവര് ഈ ഒരു കാര്യം വിസയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവരാണ് പറഞ്ഞത്, ഇങ്ങനെ നമ്മള് കന്നഡ ഇട്ടുള്ള ഫോട്ടോയും ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോയും കൊടുക്കുകയാണെങ്കിൽ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ടെന്ന്. ഇപ്പൊ അധികം അങ്ങനെ റിജക്ഷൻ വരില്ല, എന്നാലും ഒരു റിജക്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ മെഡിക്കൽ വീണ്ടും എടുക്കലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ഏജൻസിക്കാർ നമുക്ക് വിസയുടെ ഡീറ്റെയിൽസ് തരും. അപ്പോൾ ആ ഒരു സാധനം കൂടി നമ്മുടെ കയ്യിൽ കരുതണം. ഫോൺ എന്തായാലും കൊണ്ടുപോകുമ്പോൾ അതും കൂടി ഉണ്ടാവുമല്ലോ, അതും കൂടി കരുതണം. അവർ അവിടെ നിന്ന് ചോദിക്കും. പിന്നെ നമുക്കൊരു മൊഫ നമ്പർ വേണം. ഇത് നമ്മുടെ ഏജൻസിക്കാർ തന്നെയാണ് ചെയ്യുന്നത്. അവർ ചെയ്തിട്ട് നമുക്ക് നമ്പർ അയച്ചു തരും. അപ്പോൾ നമ്മൾ മെഡിക്കൽ എടുക്കുന്ന ടൈമിൽ നമുക്ക് മൊഫ ആയിട്ടില്ല എങ്കിൽ നമ്മൾ മെഡിക്കലൊക്കെ കൊടുത്തിട്ടാകുമ്പോൾ തിരിച്ചു വന്ന് ആ ഏജൻസിക്കാർ മൊഫ നമ്പറൊക്കെ കിട്ടിയിട്ടാകുമ്പം ഈ ഒരു സെന്ററൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തിട്ട് സംഭവം സെറ്റാക്കി തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് മെഡിക്കൽ കളക്ട് ചെയ്താൽ മതി. പിന്നെ വരുന്നത് നമുക്ക് പൈസയാണ് കേട്ടോ. 8500 രൂപയാണ് ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ആവുന്നത് സൗദിയുടെ. അപ്പോൾ ഈ ഒരു 8500 രൂപ ക്യാഷ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം ഗൈസ്. എന്നോട് ഏജൻസിക്കാർ പറഞ്ഞാണ് ക്യാഷ് കൊണ്ടുപോകണം എന്ന്. പക്ഷേ ചില ഡിലേസ് കാരണം ക്യാഷ് എടുക്കാൻ വിട്ടുപോയി. ഞാൻ വിചാരിച്ചു കോഴിക്കോട് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കോഴിക്കോട് എത്തിപ്പോയി ഞാൻ വിചാരിച്ചു അതിൻ്റെ അടുത്തെത്തുമ്പോൾ ഏതെങ്കിലും ഒക്കെ ATM ഉണ്ടാവുമല്ലോ എന്ന്. അങ്ങനെ പോയിട്ട് ക്യാഷ് തപ്പി കിലോമീറ്റേഴ്സ് നടന്നു കേട്ടോ. ഭ്രാന്തായി പോയി. എന്നിട്ട് ലാസ്റ്റ്, കാരണം ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഈ ഒരു ATM തപ്പിപ്പോയി ATM നോക്കുമ്പോൾ ATM ഡിസ്ഫങ്ഷൻ ആയിരിക്കും. അങ്ങനെ പോയി തിരിച്ച് വന്നപ്പോഴാണ് ATM ഇതിന്റെ ബാക്കിൽ ഒരു ATM ഉണ്ടെന്ന് കാണുന്നത്. അതുവരെ ഗൂഗിൾ മാപ്പിൽ കാണിച്ചിട്ടില്ലായിരുന്നു ഗൈസ്. സോ ആ ATM പോയി നോക്കുമ്പോൾ അവര് ഫില്ല് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു ക്യാഷ്. അതുകൊണ്ട് അവിടെ ഡിലേ വന്നു.
പിന്നെ അതിൻ്റെ അപ്പത്തൊരു ബാങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് ATM ന്ന് പൈസ ഒക്കെ എടുത്തപ്പോൾ മഴയൊക്കെ പെയ്ത് ആകെ നനഞ്ഞ് കുളിച്ച് മെഡിക്കലിന് പോകുന്നത് ഞാനാണ്. സാധാരണ എനിക്ക് സ്ഥിരം ജലദോഷത്തിന്റെ ഇഷ്യൂ എന്തെങ്കിലുമൊക്കെ കുഞ്ഞിത് വരുമ്പോൾ വെറുതെയാണ്. എന്തോ ഭാഗ്യത്തിന് മഴ കൊണ്ടിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഇനി അവിടെ എത്തിയിട്ടാകുമ്പോൾ നമുക്ക് ടോക്കൺ വൈസ് ആണ് എടുക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് കുറച്ച് ടോക്കൺസ് വെച്ചിട്ടുണ്ടാകും. അതിൽ നമ്മൾ ആദ്യം ആരാണോ പോകുന്നത് അവർക്ക് ഫസ്റ്റ് ടോക്കൺ കിട്ടും. അങ്ങനെ അവർ ടോക്കൺ വൈസ് വിളിച്ചിട്ട് നമ്മൾ അവിടുന്ന് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കും. പിന്നെ ഹൈറ്റും വെയിറ്റും അവിടെ നിന്ന് നോക്കിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ആണ്, നമ്മളെ ബ്ലഡ് എടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ട്. അവിടുന്ന് ഡ്രസ്സൊക്കെ ഊരിയിട്ട് സീന്. എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഈവൻ ഞാനൊരു നേഴ്സ് ആണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര എന്തോ ചമ്മൽ പോലെയായിരുന്നു. പിന്നെ അറിയാത്ത ഒരാളാണല്ലോ എന്ന് വിചാരിച്ചാൽ പിന്നെ അങ്ങ് പോയി. പക്ഷെ ഡ്രസ്സ് ഫുള്ള് ഊരണം. എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ എക്സ്റേ എടുക്കാൻ പോയി. എക്സ്റേ എടുത്തു. തിരിച്ച് വന്ന് ഒരു 2 hours ഈ ഒരു ബ്ലഡിന്റെ റിപ്പോർട്ടൊക്കെ ആവാനുള്ള ടൈം ഉണ്ടായിരുന്നു. തിരിച്ച് വന്ന് ബ്ലഡിന്റെ റിപ്പോർട്ടൊക്കെ അപ്പോഴത്തേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഫിറ്റ്നസ് ആ ടൈമിൽ കിട്ടി കേട്ടോ നമുക്ക്. പക്ഷേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മൊഫാൻ നമ്പർ വേണ്ടതുകൊണ്ട് ഈ ഒരു മൊഫാൻ നമ്പർ കിട്ടിയിട്ട് വരാൻ പറഞ്ഞു. പിന്നെ മൊഫാൻ നമ്പർ ഏജൻസി വഴി അങ്ങോട്ടായിട്ട് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് പോയപ്പോഴേ അപ്പോഴത്തേക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഞാൻ കളക്ട് ചെയ്തു. പിന്നെ വിസയുടെ കാര്യമാണ്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുക്കുവാണെങ്കിൽ നമ്മുടെ പാസ്പോർട്ട്, ഒറിജിനൽ പാസ്പോർട്ട് കൊണ്ടുപോകണം. അതിൻ്റെ ഒരു കോപ്പി വേണം. നമുക്ക് രണ്ടാമത്തെ പാസ്പോർട്ടാണ്, അതായത് ഒരു ഓൾഡ് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ആ പാസ്പോർട്ട് എടുക്കണം. പിന്നെ നമുക്ക് മൊഫാൻ നമ്പർ ഉണ്ടെങ്കിൽ മൊഫാൻ നമ്പർ കൊണ്ടുപോകണം. കോവിഡ് വാക്സിനേഷൻ്റെ സാധനം ഉണ്ടെങ്കിൽ കോവിഡ് വാക്സിനേഷൻ അത് കൊണ്ടുപോകണം. അത് നമ്പർ പറഞ്ഞു കൊടുത്താലും മതി ഫോണെന്ന്. പിന്നെ ആധാർ കാർഡ് കൊണ്ടുപോകണം. പക്ഷെ അവർ ചോദിച്ചിട്ടില്ല. 8500 രൂപ ക്യാഷ് ആയിട്ട് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1000 രൂപ കൊടുത്തിട്ട് ഒരു മെഡിക്കൽ സ്ലിപ്പ് എടുക്കുന്ന കാര്യം, GC സ്ലിപ്പ് എന്നൊക്കെ പറയും. ഈ ഒരു സ്ലിപ്പ് പ്രിന്റ് ഔട്ട് എടുത്തിട്ടും കൊണ്ടുപോകണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. എനിവേ നമുക്ക് ഇനിയുള്ള സൗദി ജേർണീസ് ഒക്കെ യൂട്യൂബിലൂടെ ഡിസ്കസ് ചെയ്യാം. ബൈ.